എന്തൊരു പരിപാടി മക്കളെ, ഒന്നും പറയണ്ടാട്ടാ. പിള്ളേരൊക്കെ പോവാൻ നോക്കുന്നു. കണ്ടില്ലേ, ഫുൾ പാക്കിംഗ് ആണ്. എന്താ ചെയ്യാ? കണ്ടില്ലേ, ഇപ്പൊ ഒരാഴ്ച വന്നിട്ട് ഒരാഴ്ച റൂമിൽ കിടന്ന് ഉറങ്ങിയ ആളാ. അല്ലല്ല, ബാങ്കോക്ക് എവിടെ അടി ചെയ്തു? ബാങ്കോക്കിലേക്ക് എന്ത് ബാങ്കോക്ക് പോയി, കർത്തുങ്കല പോയി. ഇവൻ മലയാളി കടയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ബാത്റൂമിൽ പോയി 2 ദിവസം. ഇവിടുത്തെ മല്ലു കടയൊന്നും ആരും കേരള മക്കളെ. ഏറ്റവും ബെസ്റ്റ് നോൺ വെജ് വെജ് ജയിക്കുക. പണി കിട്ടും. പിന്നെ കേറുമ്പോ നല്ല ഹീറ്ററുള്ള ബാത്റൂം കണ്ടുപിടിച്ചിട്ട് കേറുക. ചേട്ടന്റെ ഓർമ്മകൾ കെട്ടി വലിക്കാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചോ. എന്ത് ചെയ്യാ? അങ്ങനെ 4-5 ദിവസമായി. ഇവിടെ ഇപ്പൊ എത്ര ദിവസമായിടാ? 5 ദിവസാ? 4 ദിവസമായി ഇവിടെ. അല്ല, നിങ്ങള് 4 ദിവസം, ഞാൻ 2 ദിവസാ. 3-ാം ദിവസം. അങ്ങനെ ഇവര് റൂം കയറ്റി ചെയ്തു. ഇനിയിപ്പോ റൂം 11 മണി വരെ. 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോ അടുത്ത റൂം കണ്ടുപിടിക്കണം. അപ്പൊ മറ്റേ ഇവിടെയുള്ള റൂം ഞാൻ നോക്കാൻ പോയി കഴിഞ്ഞിട്ട് അതതിൻ്റെ ഉള്ളിൽ കയറുക വേഗ് അമ്പോ. പക്ഷെ നാട്ടിലെത്തിയിട്ട് കാണാം കുറച്ച് കാലങ്ങൾക്ക് ശേഷം. ഓക്കെ, അങ്ങനെ ഞാൻ റൂം എടുത്ത് ഇവിടെയാണ് കേട്ടോ. കണ്ടാ, ലഡാക്ക് നാംക ഹോം സ്റ്റേ. കണ്ടില്ലേ, ഇത് സൂപ്പറാട്ടാ. കാണാവല്ലേട്ടാ. ഞാൻ വിചാരിച്ചാൽ ആദ്യം വലിയ കാര്യം ഉണ്ടാവില്ല. കാരണം കാണുമ്പോൾ പുറമെ നിന്നുമ്പോൾ അത്ര ഒന്നുമില്ലല്ലോ. പക്ഷെ ഉള്ളിലേക്ക് കണ്ടോ ഡോറൊക്കെ അടയ്ക്കാം നമുക്ക്. അതാണ് നമ്മുടെ ബായി. ആൾക്ക് ഭയങ്കര സ്നേഹമാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നല്ല റേറ്റ് ഓർഡറിലേക്ക് റൂം വന്നു. ഒരാൾ സൈക്കിളൊക്കെ അടിച്ചിട്ടുണ്ട്. हाय भाई, आपका नाम क्या बोला? नाम फुनसोक है। फुनसोक। मैं आपका रूम देखने का देखो रूम आटा ഇവിടെ റൂം ഇവിടെ നോക്കി ഡൈനിങ് റൂമാണ്. ഇത് നോക്കി എന്തൊരു സെറ്റപ്പ് നോക്ക്. किचन में की हाजिर साइन दोगी? ये सब वेडिंग में हम यूज होता है। वेडिंग जब शादी होता है ना, शादी के टाइम यूज होता है। जो बटर टी ये रेंट के टीपी है ना, टीपी ओके, वो वाला इसमें सर्व करते हैं हम। बड़ा 10 होता है, बड़ा 1000 पीपल्स आते हैं। ओके, उनके लिए चाय सर्व करते हैं। उसमें लोकल बियर छंग होता है। लोकल बियर है? लोकल बियर बोलते हैं छंग। छंग लोकल बियर होता है हमारा। बियर उधर होते हैं इसमें डालता है तो हम सर्व करते हैं इसमें। तो ये है हमारा चूल्हा होता है। चूल्हा मतलब? चूल्हा मीन्स ये इसमें वुड डलता है। तो यहाँ पे चिमनी होता है। अड़प केरला में बोला अड़प। चिमनी होता है। ये वुड नीचे कर फायर करने का। तो यहाँ पे चिमनी है। ये कितने? दो ये पोट है। ये मिट्टी का पोट है बहुत। ये दो एक ही टाइम में 3-4 है? 1 2 3 है। 3 3 क्या? ये चिमनी वाला है। धुआं बाहर जाने का के लिए रखा है। ये अभी यूज नहीं है। यूज नहीं है, पहले हम यूज करते थे। हाँ ओके। तो ये बहुत पुराना है, अभी 70-80 इयर्स के पोर्ट्स है। कितना? 70-80 इयर्स। ओह, मेरे दादा उनके टाइम। 75 കൊല്ലം മുന്നുള്ള സാധനം. ब्लैक हो गया। ब्लैक कलर। ये वाला ओरिजिनल ऑरेंज वाला कलर है? ओरिजिनल वाला कलर है। ये तुम्हारे पापा मम्मी है? मेरे मम्मी पापा है। ये पापा है जो राजनाथ सिंह, ये या कोर कमांडर, ये हमारा MP है सब। पापा को ये अवार्ड दिया था गार्डन का, ऑर्गेनिक जो। सब इसमें हम वो चंपा बोलते हैं ना, चंपा सत्तू होता है। सत्तू डाल के इसमें बटर टी डालता है। बटर टी फिर इसमें बटर डालता है, फिर शुगर डालता है। तो इसमें जो चंपा डाल के सब सत्तू होता है हमारा लगा के वो घोल करके खाता है। जब हम उधर जब वॉर हुआ था, करगिल वॉर, उस टाइम चंपा लेके गया था। तो मैं वॉलंटियर गया था। वॉलंटियर है। ये क्या है? ये वाला टेबल होता है जो छोटा वाला टेबल है जो प्लेट्स कप रखने के। ചെറിയ ടേബിളാണിത്. ഞാൻ നമ്മുടെ റൂം കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ഇത് ചെറുതായിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഒക്കെ കണ്ടില്ലേ? ഓക്കെ, ഞാൻ റൂമിൽ വെയിറ്റ് ചെയ്തേക്കാം. നോക്കി നല്ല സൈഡിൽ പോണ വഴിയൊക്കെ യാതൊരു സൈഡിൽ കാണാൻ
എനിക്ക് ഏറ്റത്തെ റൂമാന്നുള്ളേ. ഇവിടെ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞേ. ഒരാളുണ്ട്, ഒരു കിടന്നുറങ്ങാൻ പറഞ്ഞേ. എൻ്റെ റൂം തരുമ്പോൾ നല്ല റൂമായിരുന്നു, പക്ഷെ ഇപ്പോൾ പൊട്ട റൂം അതിൻ്റെ. ഞാൻ സാധനങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് അയ്യോ ചാവി കാണാനില്ലല്ലോ. ആ കണ്ടോ നമ്മുടെ റൂം? ഹായ് ഹായ് പെടപ്പൻ സാധനം പെടപ്പൻ. നമുക്ക് ഇനി വ്യൂ ഒക്കെ ഉണ്ടോട്ടാ. കണ്ടോ ബാത്റൂമൊക്കെ കണ്ടില്ലേ? ഹായ് കോക്കാച്ചി പറയും മോന്തേക്ക് നോക്ക്. അങ്ങനെ ഈ റൂം എനിക്ക് ആൾ റൂം റേറ്റ് കുറച്ച് തരും ചെയ്തു. ഇവിടെ നിന്ന് ഫുഡ് ഫ്രീ ആയിട്ട് തരാം. നമ്മൾ ആലോചിച്ച് സുഖമില്ല. ആ താങ്ക് യു ബൈ. और कोई नहीं? ठंडा ठंडा लगेगा चलिए आपको। ये वाला जाएगा तो आपके लिए वो नहीं पता। व्यू अच्छा है, रूफटॉप में जाएगा, ऊपर है, ऊपर जाएगा ना। ओके थोड़ा टाइम रेस्ट करने के बाद ഓക്കെ ബൈ. ഈ ഹോട്ടൽ കണ്ടില്ലേ? ഹോട്ടലിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ 2 സൈഡ് ഭക്ഷണം കഴിക്കണേ. കണ്ടില്ലേ? കാണിച്ചു തരാട്ടാ ചേട്ടന്മാരെ. മലയാളി കടയാണ് ബ്രോ. നിങ്ങളുടെ പേരെന്താ? മുരുകൻ. നിങ്ങളുടെ വട്ടവട? ആ എന്നാ വരണ്ട. ഓക്കെ 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 എന്നാണോ? ഒന്നുമില്ല, ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടാ. ഓക്കെ ബൈ. ആ ഇവരുടെ ഹോട്ടലിൽ നിന്നാണ് 2-3 സൈഡ് ഭക്ഷണം കഴിച്ചിറങ്ങില്ലേ. അത്യാവശ്യം വലുതാട്ടാ. ഇവിടുന്ന് നമ്മൾ ലേവങ്ങളെ കയറണ വഴിയില്ലേ, ഇത് നോക്കിയാൽ മതി. എന്നിട്ട് മൊറാവിൻ എന്ന് പറഞ്ഞ ചർച്ചുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നത്. നല്ല കടയാട്ടാ. എനിക്ക് എന്നും ഇവിടുന്ന് ഭക്ഷണം തരുമ്പോൾ 40% ഡിസ്കൗണ്ട് വെച്ചിട്ട് വരും. നല്ല ആൾക്കാരാണ്. നമ്മളിങ്ങനെ റൈഡ് ചെയ്ത് വരുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നുണ്ട്. കാരണം പിന്നെ ഫുഡ് നല്ല ഫുഡ് ഇടയ്ക്ക് കഴിച്ചാൽ വലിയ കുഴപ്പം തോന്നിയില്ല. പക്ഷേ ഇന്നലെ കുട്ടി കഴിച്ചപ്പോൾ അവന് എന്തോ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ലൂസ് മോഷനൊന്നുമില്ല, മറ്റേ അങ്ങനത്തെ പരിപാടിയൊക്കെ വന്നു എന്ന് പറഞ്ഞേ. ചുണ്ടൊക്കെ പൊട്ടിയായിരുന്നു, വർത്താനം പറയാൻ പറ്റുന്നില്ല. ക്ലൈമറ്റ് പറഞ്ഞോണ്ടി എത്തി ഫുൾ സീനാണ്. അങ്ങനെ ഇപ്പം ഭക്ഷണം കഴിക്കല് ഇപ്പോൾ കണ്ടില്ലേ. നല്ല സിമ്പിളായിട്ട് പരിപാടിയാണ്. കാണിച്ചാൽ കേട്ടോ. അവിടെ നിന്ന് കോണി ഇറങ്ങി പോവുക പോയി കഴിഞ്ഞിട്ട് തന്നെ ഹോട്ടലിലേക്ക് കയറി വരുമ്പോൾ അവിടെ ചായക്കടക്കാരൻ്റെ ഉണ്ടാവും. ഇത് നോക്കിയാൽ മതി. ചായക്കാരുണ്ടാവും, പിന്നെ ഒരു ഡ്രാഗൺ ഉണ്ടാവും, പിന്നെ ഡ്രാഗൻ്റെ പോളാന്നുണ്ട്. അങ്ങനെ ഇതന്നെ സംഭവം കണ്ടില്ലേ. ഇതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ. സൈക്കിളോടെ പോയില്ല, സൈക്കിളോടെ. നമ്മൾ നാളെ ഉമ്ലിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബൈക്ക് റെൻ്റിന് എടുത്തു. ബൈക്ക് അത് ആദ്യം റൂം എടുത്തിട്ടാണെന്നില്ല, അതിൻ്റെ സൈഡിൽ തന്നെയാണ് ലഡാക്ക് ബൈക്ക് ടൂർ ആൻഡ് ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ. ഈ വണ്ടിയാണ് ഇപ്പോൾ എടുത്തുള്ളത്. നമ്മുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ചെറിയ റേറ്റിനൊക്കെ സെറ്റ് ആക്കി വന്നു കേട്ടോ. ഇവിടെ ബൈമാരുണ്ട് വരെ. ബൈ. ഓക്കെ നമ്മളെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, രണ്ടാളുണ്ട്. ഉണ്ടല്ലേ ഗാഡി ഇതാണ്. അപ്പം ഞാൻ നാളെ വണ്ടി എടുത്തിട്ട് പോവുക പരിപാടികൾ അതന്നെ. ഓക്കെ ചേട്ടാ നമ്മൾ പറഞ്ഞപ്പോൾ ബ്രേക്ക് പേഡും ഒക്കെ പുതിയതിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് സെറ്റാണ്. നാളെ പരിപാടി തുടങ്ങണം. ഇന്ന് ഇവരുടെ പണ്ട ഫുഡൊക്കെ ഇവര് നമുക്ക് ഇവരുടെ വീട്ടിൽ നിന്നിട്ടാണ് ഫുഡൊക്കെ തരണേ. ये क्या है स्पेशल क्या है? ये दाल करी, दाल बनाया मिक्स दाल, हाँ, फूल गोभी और मटर, हाँ, एक चिकन कबाब, चिकन कबाब, हाँ ओके, और ये रेता, हाँ रेता है, राइस, राइस है, हाँ ओके, हाँ केरला में पूरा राइस है, हाँ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടല്ലേ ഒരു റൂമിൻ്റെ ഉള്ളിൽ. നല്ല രസമായിട്ട് ഇവരുടെ ഒപ്പം ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കല് കാര്യങ്ങളൊക്കെ. അവർ നമുക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നെ കണ്ടില്ലേ. ഇത് നമ്മളെ വീട്ടിൽ ഒരാളുടെ പോലെയായിട്ട് അവർ കാണുന്നത് കണ്ടില്ലേ. ഫുള്ള് കാര്യങ്ങൾ സെറ്റാണ്. ആള് ഇതാണ് ചേട്ടൻ്റെ വൈഫ്, 2 പിള്ളേർ. അത് അതിൻ്റെ അപ്പുറത്തേക്കും ഈ ചേട്ടൻ്റെ അമ്മ. അങ്ങനെ ഉള്ള സാധനങ്ങളുണ്ട്. ആ
ഏയ് തും ഓക്കെ ഓക്കെ. അങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നിന്ന ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം സ്റ്റേ എന്ന് പറയില്ല, നമ്മൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ വീട്ടിൽ നിൽക്കണ പോലെ അങ്ങനെ ട്രീറ്റ് ചെയ്യണത്. എന്ത് സ്നേഹം എന്ന് പറയുക ആളെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കയറി കഴിഞ്ഞാൽ അപ്പം ചായ കൊണ്ടുവരും എന്തെങ്കിലും കൊണ്ടുവരും. ഞാൻ പറഞ്ഞു ആളുകൾ കാശൊന്നുമില്ല പറഞ്ഞപ്പോൾ ആൾ പറയുന്നത് കാശിനല്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് വന്നു. അങ്ങനെ അവർ നോൺ കഴിക്കില്ല. അങ്ങനെ എന്നോട് എന്താ കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെല്ലാം കഴിക്കുന്നു പറഞ്ഞു. അങ്ങനെ രാത്രിക്ക് ചിക്കൻ്റെ മറ്റേ കബാബ് എന്താ സാധനമൊക്കെ ഉണ്ടാക്കി നോക്കാണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിക്കില്ല ചോദിച്ചപ്പോൾ പറയും അവർ കഴിക്കില്ല, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഭയങ്കര കയറിങ് കേട്ടോ. എന്നോട് വേറെ പിള്ളേർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് ഇവിടുത്തെ ഇത് ഇങ്ങനെ നല്ലതാണ്, ഇവർ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു പോയപ്പോൾ പിന്നെ ഇവിടേക്ക് റൂം മാറിയതാ. പക്ഷെ അവർ പറഞ്ഞത് ശരി കേട്ടോ, നല്ല കയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരൊക്കെ വന്നിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഇത് നോക്കിയാൽ മതി. ഞാൻ ബോർഡിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ സ്റ്റേ നോക്കിയാൽ മതി. നല്ല അടിപ്പനാണ്, സൂപ്പർ എന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇനിയിപ്പോൾ നാളെ ഉമ്മിളിങ്ങിലെ പോവാണ്. ഉമ്മിളിങ്ങിൽ ആദ്യം സൈക്കിൾ പോകണമെന്ന് വിചാരിച്ചു, പിന്നെ പോകാൻ പറ്റില്ലെന്ന് ഉറപ്പായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗതുകനെ പോയി പിന്നെ വയ്യാണ്ടായി പിന്നെ മനസ്സിലായി ബോഡിയൊക്കെ ആകെ സീനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോയിട്ട് വണ്ടി പോയി എടുത്തു വരണം. അങ്ങനെ 2 ദിവസത്തേക്ക് പോയി വരാൻ പറ്റുന്ന പറഞ്ഞവർ നോക്കി നോക്കണം. തണവ് കൂടുതലാച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞേ. കഴിഞ്ഞ ആഴ്ച കണ്ട് തണവ് കൂടുതലായിട്ട് ഇതേപോലെ കുറച്ച് ആൾക്കാർ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് പോകാൻ പറ്റാണ്ടായിട്ട്. അങ്ങനെ പോകണമെന്ന് വെച്ചാൽ പാസ് എടുക്കണമെന്ന് പറഞ്ഞേ. കറുത്തുമല പോകുമ്പോൾ ഈ പാസ് വേണമെന്ന് പറഞ്ഞേ. ഞാനെന്ന് കറുത്തുമല പോകുമ്പോൾ പാസ് നിർത്തുന്നുണ്ടായിരുന്നില്ല. ഇവിടെ പോലീസുകാരോടൊക്കെ സംസാരിച്ച് കുറേ നേരം സംസാരിച്ച് പിന്നെ ഞാൻ അങ്ങനെ പോയി അവരെന്നോട് ചോദിക്കുകയും ചെയ്തില്ല. ഇപ്പോഴറിയണേ ആ പാസ് ഉണ്ടെങ്കിൽ ഉമ്മിളിയിൽ പോകാന്നുള്ളത്. പക്ഷേ ഞാൻ പാസ് എടുത്തിട്ടില്ല. അങ്ങനെ മാഹിൻ ബ്രോൻ്റെ കയ്യിൽ പാസ് എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ. അപ്പോൾ അവിടെ നാളെ കാലത്ത് ഒരു 9 മണി നമ്മളേക്ക് സെറ്റാക്കിയിരുന്നു പറഞ്ഞിട്ടുണ്ട്. നാളെ ഒരു കാലത്ത് ഒരു 7-8 മണി നമ്മളേക്കെങ്കിലും ഇറങ്ങാൻ നോക്കണം. അങ്ങനെയാണ് പരിപാടി. ഇനിയിപ്പോൾ സൈക്കിള് വെച്ചിട്ട് ബൈക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കും ബൈക്കുമ്പോൾ അല്ലെങ്കിൽ കറക്കുന്ന പറഞ്ഞിട്ട് ബൈക്ക് അതോ ഉണ്ടാവും ഇനി. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 2 സ്ഥലം കാണണമെന്നാണ് മെയിനായിട്ട് വിചാരിച്ചുള്ളത്. അപ്പോൾ കറുത്തുമല പോയപ്പോൾ തന്നെ കറുത്തുമലയിലേക്ക് ഞാൻ നിൽക്കണോടന്ന് 35 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ കയറിപ്പിളിക്കും ബോഡി സീനായി. അതിനേക്കാളും ഓക്സിജൻ്റെ കൂടുതൽ പ്രശ്നം ഉള്ളിലായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ എന്തായാലും പോകാൻ പറ്റില്ല. ഇപ്പോഴാച്ചാൽ ബോഡി അഞ്ച് ഫുള്ള് സീനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വന്നല്ലോ വിചാരിച്ച് പിന്നെ ബൈക്ക് പോകാൻ വിചാരിച്ച് നിൽക്കണേ. നോക്കിയോട്ടെ എന്താണെന്ന് അറിയില്ല. അയ്യോ മക്കളെ നല്ല തണവുള്ളായിരുന്നു, എളുപ്പമല്ല. കിടന്നുറങ്ങാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. നാളെ ഉമ്മിളിക്കലെ പോകാനുള്ളതാ. അങ്ങനെ നാളെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മിളിലേക്ക് എത്തണമെങ്കിൽ ഹെല്ലിനെ എന്ത് പറഞ്ഞുള്ള സ്ഥലമുണ്ട്, അവിടെ സ്റ്റേ അടിക്കണം ആദ്യം, എന്നിട്ട് കയറിയ വൈദ്യ പറഞ്ഞല്ലേ. അങ്ങനെ അപ്പോൾ ആദ്യം ഹെല്ലിനെ പിടിക്കാൻ, ഹെല്ലിലേക്ക് എത്ര 260 കിലോമീറ്റർ ഇട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ശരി കേട്ടോ മക്കളെ. ഓക്കെ, ഗുഡ് നൈറ്റ്.